ഹലോ ചുഷ്മി. അപ്പോൾ ഞാൻ നാട്ടിലെത്തി കേട്ടോ. നാട്ടിലെത്തിയാൽ ആദ്യം എന്താ വേണ്ടത്? നമ്മൾ അമ്പലം പോയിട്ട് ദൈവങ്ങളോടെല്ലാം പറയണം, ഇതാ ഞാനിവിടെ എത്തിയിട്ടുണ്ടേ എന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ ദൈവത്തിനോട് പോയി പറയണം. അതിനുശേഷം നമ്മൾ ബാക്കി ബന്ധുക്കളോടും നാട്ടുകാരോടൊക്കെ ബാക്കിയുള്ളവരെല്ലാം പോയി കാണണം. ആദ്യം ദൈവത്തിന് പോയി കാണണം. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെ ഞാൻ നാട്ടിലെത്തി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അമ്പലങ്ങളെല്ലാം ഒന്ന് ചുറ്റാൻ പോയി. അമ്പലങ്ങളെല്ലാം പോയി തൊഴുത് കൂടെ ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. എൻ്റെ നാട് കണ്ടോ, ദേ കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? അപ്പോൾ മഴ കാരണം ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എടുത്ത ഭാഗങ്ങൾ കുറച്ച് ഇവിടെ ഞാൻ ഇടുന്നുണ്ട്. എങ്ങനെയുണ്ട്? അമ്പലം എല്ലാം പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നിട്ടുണ്ട്. അത് ആദ്യം താൻ ബാധി ദൈവം ബാധി എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തല്ല ആദ്യം പോകേണ്ടത്. ബാക്കി നമ്മൾ നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ദേ കണ്ടോ, ഗ്രാമീണ ഭംഗി കണ്ടോ? എൻ്റെ ഒറ്റപ്പാലമാണ് കേട്ടോ ഇത്. ഇവിടെ എൻ്റെ വീടിനടുത്തുള്ള ഒരു അമ്പലമാണിത്. ഇങ്ങനെയുണ്ട്. അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ കഴിഞ്ഞ് ആ ഫോട്ടോസിനിടയിൽ ഒരു കുറുമ്പൻ്റെ വാശി കണ്ടോ. ഞങ്ങൾ ഇനി അമ്പലമായിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ആദ്യം ടോയ്സ്, അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. കണ്ടോ, ഇത് വേറെ അമ്പലമാണ് കേട്ടോ. ആദ്യത്തെ അമ്പലം കഴിഞ്ഞ് രണ്ടാമത്തെ അമ്പലത്തിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ കർക്കിടക കഞ്ഞിയൊക്കെ കുടിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇഡ്ഡലി സാമ്പാറുണ്ട്, കർക്കിടക കഞ്ഞിയുണ്ട്. അങ്ങനെ അമ്പലങ്ങളെല്ലാം ചുറ്റി അന്നത്തെ ദിവസം ഉഷാറാക്കി അടിപൊളിയാക്കി. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ വീണ്ടും കാണാൻ കേട്ടോ. ബൈ.